പ്രിയമുള്ളവരെ, ഇന്ന് പല കുടുംബങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുടുംബങ്ങളെല്ലാം ഭിന്നതയാണ്, ഭിന്നിപ്പാണ്. പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ വഴക്കാണ്. ആർക്കും ആരും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പല പ്രശ്നങ്ങളാണ്. പറയുമ്പോൾ എല്ലാവരും നീതിമാന്മാരാണ്. ഞാൻ ചെയ്തത് ശരിയാണ്, അവർ പറഞ്ഞത് മോശമായിപ്പോയി. അവർ പറയും ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, അവൻ ചെയ്തത് തെറ്റായിപ്പോയി. ഇങ്ങനെ പരസ്പരം പഴിചാരി കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിച്ച് വേർപിരിഞ്ഞ് നിൽക്കുന്ന കുടുംബങ്ങളിലെ ഒരാളാണോ ഇത് കേൾക്കുന്നതെങ്കിൽ വചനം പറയാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 52-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അപ്പോൾ മുതൽ ഒരു ഭവനത്തിൽ 5 പേരുണ്ടായിരിക്കും. 3 പേർ 2 പേർക്ക് വിരോധമായും 2 പേർ 3 പേർക്ക് വിരോധമായും ഭിന്നിച്ചിരിക്കും. മുമ്പത്തെ വചനം പറയുന്ന കർത്താവ് വന്ന് സമാധാനത്തല്ല ഭിന്നതയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ ശേഷം പറയുകയാണ്. ഒരു കുടുംബത്തിൽ 3 പേർക്കെതിരെ 2 പേരും 2 പേർക്കെതിരെ 3 പേരും ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? 3 പേര് കൽപ്പന പാലിച്ച് യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ ബാക്കി 2 പേര് 3 പേർക്ക് എതിരായിത്തീരും. ഇനി 2 പേര് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കൽപ്പനകൾ പാലിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദേവാലയത്തിലും ദൈവിക കാര്യങ്ങളും വിശ്വസ്തോടെ ജീവിക്കുന്ന നല്ല മക്കളാണോ, നല്ല വ്യക്തികളാണോ, ബാക്കി 3 പേരും അവർക്കെതിരായിത്തീരും. അതുകൊണ്ട് കുടുംബത്തിൽ ഭിന്നത, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു വിഭാഗം ആളുകൾ ദൈവത്തോടൊപ്പമാണ്. അതാരാണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. നമ്മൾ കർത്താവിന് മുമ്പിൽ ഇരുന്നാൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ മുമ്പിൽ, പുരോഹിതന്മാരുടെയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികളുടെയൊക്കെ മുമ്പിൽ, അനുഭവമുള്ള വ്യക്തികളുടെ മുമ്പിൽ അവർ പറഞ്ഞുതരും. അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആരാണ് ക്രിസ്തുവിനെതിരെ വെച്ചാൽ 2-ൽ 3 ആരാണെന്ന്, 3-ൽ 2 ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടെങ്കിൽ അതിന് കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ മാറും. ഈ പ്രഭാതം ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.